ഏറ്റുപറഞ്ഞെങ്കിൽ മാത്രമേ ആഗമനകാലത്ത് അവന്റെ പിറവിയെ അനുസ്മരിക്കുന്ന ഈ കാലത്ത് അവനെ തപ്പി കിഴക്കൻ ദേശത്ത് നിന്ന് വന്ന രാജാക്കന്മാരെ പോലെ നമ്മൾ നടന്നു നീങ്ങത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഹേറോദേസന്മാരെ പോലെ കള്ളവും കുബുദ്ധിയും കൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിച്ച് വാക്കിൽ കുടുക്കി നമ്മൾ ഈ ശിശുവിനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ നോക്കും. ശിശുവിനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ നോക്കും. നമ്മൾ ഈ IMS അമ്മയുടെ അടുക്കലേക്ക്, ഈശോനാഥന്റെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് രണ്ട് കാര്യത്തിന് വേണ്ടിയാ. ഒന്ന്, നമ്മുടെ തന്നെ ആവശ്യങ്ങൾക്കുള്ള യാചനകളായിട്ടാണ് വന്നേക്കുന്നത്. രണ്ടാമത്, ഈ യാചനയ്ക്ക് പരിശുദ്ധ അമ്മ മാതാവ് വഴി ഈശോയുടെ പക്കൽ നമ്മൾ പ്രാർത്ഥന സമർപ്പിച്ചതിന് തമ്പുരാന്റെ ഹിതപ്രകാരം അവൻ അനുവദിച്ചതിന് നമ്മൾ തിരികെ നന്ദി പറയാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. ശരിയല്ലേ? ഇതിനപ്പുറമായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇത് ചുമ്മാ കാണാൻ കൊള്ളാം, എങ്ങനെ ഇത് കൊളന്നുണ്ടോ എന്നുള്ള രീതി വന്നിട്ടൊന്നും ഇല്ലല്ലോ. ഉണ്ടോന്നേ? ഇല്ലല്ലോ. നമ്മൾ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നെത്തിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് യാചനകൾ സമർപ്പിക്കാൻ വേണ്ടിയാ. നമ്മുടെ മാത്രം യാചനയല്ല, നമ്മുടെ യാചനകളെക്കാളും കൂടുതൽ നമ്മളെ ദ്രോഹിച്ചവരുടെ ആവശ്യങ്ങൾക്കായുള്ള യാചനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വരാൻ. അച്ഛാ വേറെ വല്ല പണിയും പറ അല്ലേ അച്ഛാ, അത് മാത്രം ഞങ്ങളോട് പറയരുത്. അച്ഛാ വേറെ വല്ലതും പറയുവാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. വേണമെങ്കിൽ തലകുത്തി നിൽക്കാൻ പറയുവാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. അവനെ പറ്റി ഒന്നും പറയരുത്. അവനെ ചില്ലറക്കാരനൊന്നുമില്ല, എന്നെ ചില്ലറയായിട്ടൊന്നുമല്ല, മുഴുവനായിട്ട് തന്നെയാ മുറിപ്പെടുത്തിയത്. അവൻ അന്ന് വരായിരുന്നു, എന്നിട്ട് അവൻ എന്നോട് കാണിച്ചതല്ല, ഇല്ലായ്മ പറഞ്ഞു വരുത്തി. പ്രിയമുള്ള എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വരണോ? ഒന്ന് ക്ഷമിക്കമെന്നെടുക്കേ. നിങ്ങൾക്കും കുറവുകളില്ലേ? അവന് കുറവുള്ളത് കൊണ്ടാണ് അവന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ ചെയ്യുന്നത് പോലെ അവനും ചെയ്തെന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ എന്ത് പ്രാധാന്യമുള്ളത്? അവൻ പറയുമോ നീ ഇല്ലേലും ജീവിക്കാം. അവൻ ആ കുറവ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത്. ഈ ആശയം അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ എത്രത്തോളം പ്രാവശ്യം ഹൃദയത്തിൽ എഴുതി ചേർക്കാതിരിക്കുന്നു, അത്രത്തോളം കാര്യം നമ്മുടെ ആത്മീയവും ശാരീരികവുമായ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ എന്തിനു വേണ്ടിയാകണം? ദൈവമേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഹിതം എന്താണ്? നീ എന്താണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം നിറവേറട്ടെ. വചനമായ മിശിഹ പോലും പീഡനത്തിന്റെ അവസരത്തിൽ മാനുഷികമായി ചിന്തിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നൊന്ന് എടുത്ത് കളയൂ. നിർത്തിയില്ല. നമ്മളും പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിർത്തും. എന്നിട്ട് എന്ത് നമ്മൾ പ്രാർത്ഥിക്കണം? ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. എന്താണ്? എങ്കിലും പിതാവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ മിശിഹ അങ്ങനെ നിറവേറ്റിയത് കൊണ്ടാണ് ഈ ചിരിച്ചൊക്കെ ഇവിടെ ഇപ്പം ഇരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ പാപം, അയ്യോ പോയേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കും. എല്ലാം പോയി, ഇനി ആരെന്നെ നോക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരുന്നത്. ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൾ കുരിശിൽ നിന്നിറക്കപ്പെട്ട് കല്ലറയിൽ അടക്കപ്പെട്ടതിന് ശേഷം അവൾക്ക് വേദനയുണ്ടായിരുന്നു. പക്ഷേ മൂന്നാം പൊക്കം ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രതീക്ഷ അവൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാ
അവൾ മൂന്നാം പൊക്കം അതിരാവിലെ മഗ്ദലന മറിയത്തോടും മറ്റേ മറിയത്തോടുമൊപ്പം കല്ലറയിലേക്ക് പോയത്. അതുകൊണ്ടാണ് അവൾ നാലുപാടും ചിതറിയ ശിഷ്യ സമൂഹത്തെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവൾ ഒരുക്കിയത്. ഉത്ഥാന കർത്താവിനെ കാണാൻ വേണ്ടി അവൾ മാനസികമായി ഒരുക്കിയത്. പ്രിയമുള്ള എൻ്റെ മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്നവരെ, സ്ത്രീജനങ്ങളായി നിങ്ങൾക്ക് കുടുംബത്തിൽ അതിപ്രധാനമായിട്ടുള്ള റോളാണ് ഉള്ളത്. കാരണം തകർന്നിരിക്കുന്ന മക്കളെ ദൈവത്തെ നോക്കി പ്രതീക്ഷയോടുകൂടെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഓരോ വാക്കുകളാണ്. തകർക്കുന്നവനല്ലവൻ, പ്രതീക്ഷ നൽകുന്നവനാണെന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതാ. അതിന് പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന അബദ്ധങ്ങളെ വീണ്ടും 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 കുത്തിയഴക്കും. അച്ഛാ, ഒരു സുഖമേ, എന്നാ ഒരു സുഖമാണെന്നറിയാവോ അവനെ ഇങ്ങനെ വേദനിപ്പിച്ച് കഴിയുമ്പം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പറ്റി പറയുന്നത് ഇപ്രകാരമാ: ആശയക്കുഴപ്പങ്ങൾക്കും മനുഷ്യരുടെ പൊള്ളവാക്കുകൾക്കും ഇടയിൽ ജീവിതത്തിൻ്റെ ദിശ അറിയാൻ ദൈവവചനമാകുന്ന വടക്കു നോക്കി യന്ത്രം ആവശ്യമാണ്. ജീവിതത്തെ അതിൻ്റെ ശരിയായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് ദൈവവചനത്തിന് മാത്രമേ ഉള്ളൂ. ആയതിനാൽ എന്നാ ചെയ്യണം? ദൈവവചനത്തെ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നേ. ദൈവവചനം പറഞ്ഞു തരും നിങ്ങൾ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന്, വേദനയിൽ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന്. പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ അരച്ചാൻ കയറിലല്ല തീർക്കേണ്ടത്, എങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്ന് ഈ ദൈവവചനം പറഞ്ഞു തരും. കാരണം അവൻ മനുഷ്യനായി പിറന്ന് ജീവിച്ച് കടന്നു പോയവനാണ്.